ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു നാച്ചുറൽ ബ്യൂട്ടി ക്രീമാണ്. ഏതു കാലാവസ്ഥയിലും നമ്മുടെ ബോഡിയിൽ ഫുൾ ഉപയോഗിക്കാവുന്ന ഒരു ബ്യൂട്ടി ക്രീം. ഇത് മാസത്തിൽ ഒരു 2 വീക്കെങ്കിലും ഉപയോഗിച്ചാൽ നമ്മുടെ സ്കിൻ എപ്പോഴും സോഫ്റ്റായി തന്നെ നമുക്ക് നിലനിർത്താം. നമ്മുടെ സ്കിൻ ചുളിവുകൾ വീഴാതെ നിലനിർത്താനും ഇത് വളരെയേറെ സഹായിക്കും. അധികം ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഈ ക്രീം തയ്യാർ ചെയ്യുന്നതൊന്ന് കണ്ടു നോക്കാം. 20 ബദാം എടുത്താണ് ഞാനിത് ചെയ്യുന്നത്. ഇതിനു വേണ്ടി എണ്ണ കൂടുതലും നമുക്ക് എടുക്കാം. ഇത്രയും ബദാം യൂസ് ചെയ്ത് നമ്മൾ ക്രീം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ബോഡിയിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതൊരു 1 വീക്കിനെ ഉണ്ടാവൂ, അല്ലെങ്കിൽ കൂടുതൽ ദിവസം നമുക്ക് യൂസ് ചെയ്യാനുണ്ടാവും. പിന്നെ ഇതിൽ ഞാൻ ചേർത്തത് ഫ്രഷ് ക്രീമാണ്. ഇതിന് പകരം നമ്മുടെ വീട്ടിൽ പാലിൻ്റെ പാടയുണ്ടെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് 6 എണ്ണമാണ് ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിലേക്കുള്ള ബദാം അരച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിൽ വേണമെങ്കിൽ ഒരു കഷ്ണം കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയോ ചേർക്കാം. ഞാനതൊന്നും ഇപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള ബദാം നോർമൽ വാട്ടറിൽ കുതിർത്ത് ഇതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊന്ന് ഗ്രൈൻഡറിൽ പൊടിച്ചെടുത്ത് നമുക്കിത് അരച്ചെടുക്കാൻ ആവശ്യമുള്ള റോസ് വാട്ടറും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളം റോസ് വാട്ടർ ഇപ്പം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനിയുള്ള എല്ലാ ഐറ്റംസും നമുക്കിതിലേക്ക് ഒന്നിച്ച് തന്നെ ചേർക്കാം. ഇതിലേക്ക് ഏകദേശം 1/2 കപ്പോളം ബദാം ഓയിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിന് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഈ ഫ്രഷ് ക്രീം 125 ഗ്രാമിൻ്റെ പാക്കാണ്. അത് ഫുള്ള് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്തുണ്ടാക്കുന്ന ക്രീം നമ്മുടെ സ്കിന്നിന് എത്ര കണ്ട് ഗുണം ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് നമ്മൾ എടുത്തു വെച്ച ലെമൺ ജ്യൂസും 6 വൈറ്റമിൻ ക്യാപ്സ്യൂളുമാണ്. ഈ വൈറ്റമിൻ ക്യാപ്സ്യൂൾ ഒന്ന് പൊളിച്ചെടുക്കണം. എന്നിട്ട് അതിനുള്ളിലെ ലിക്വിഡ് മാത്രമാണ് നമുക്ക് ഈ ക്രീമിലേക്ക് ആഡ് ചെയ്യേണ്ടത്. ക്യാപ്സ്യൂൾ പൊളിച്ചെടുത്ത ലിക്വിഡ് ഇതിൽ ഞാൻ ആഡ് ചെയ്ത് ഇനി ഇതൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. മിക്സി ഒന്ന് അടിച്ചെടുത്തപ്പോൾ തന്നെ ഇത് നമുക്ക് മിക്സായി കിട്ടി. ഇപ്പം നമ്മുടെ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. നമ്മളിത് യൂസ് ചെയ്യുന്ന മുന്നേ നമുക്ക് എത്രയാണോ ആവശ്യം അത്രയും ക്രീം എടുത്ത് തണവ് വിടാനായി ഒന്ന് പുറത്ത് വെക്കണം. ഇനി ഇത് ഉപയോഗിക്കേണ്ട രീതി ഒന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടി 1 സ്പൂണ് പഞ്ചസാരയും ഒരു പകുതി തക്കാളിയോ അല്ലെങ്കിൽ ഓറഞ്ചോ എടുത്ത് പഞ്ചസാരയിൽ മുക്കി നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലത്തൊന്ന് മസാജ് ചെയ്യണം. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ മസാജ് ചെയ്യേണ്ടതുണ്ട്. ഷുഗർ വെച്ച് മസാജ് ചെയ്യുന്നത് എല്ലാ ഡേയ്സൊന്നും മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ഡേയ്സൊക്കെ കൂടുമ്പോൾ ഒന്ന് ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഡെഡ് സ്കിന്നെല്ലാം ഒന്ന് മാറിക്കിട്ടും. 10 മിനിറ്റ് മസാജ് ചെയ്ത ശേഷം കഴുകിയെടുക്കുകയോ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചെടുക്കുകയോ വേണം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ക്രീം തേച്ച് പിടിപ്പിക്കണം. ഇത് വെച്ച് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല, നന്നായി തേച്ച് പിടിപ്പിച്ചാൽ മതി. മിനിമം ഒരു 1/2 അവർ കഴിഞ്ഞ് നമുക്കിത് സോപ്പൊന്നും ഉപയോഗിക്കാതെ തന്നെ കഴുകിക്കളയാവുന്നതാണ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ലെഫ്റ്റ് ഹാൻഡിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, റൈറ്റ് ഹാൻഡിൽ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഈ ക്രീം മൊത്തം ബോഡിയിൽ മാസത്തിൽ 2 വീക്കെങ്കിലും യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ്. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് നല്ല മിനുസം കിട്ടും. അതുകൊണ്ട് തന്നെ ചുളിവുകളൊന്നും വീഴാതെ
നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കാൻ ഈ ക്രീമിന് കഴിവുണ്ട്. ഈ ക്രീം യൂസ് ചെയ്താൽ വെളുക്കുമെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. എന്നാൽ ഇത് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്ന് വളരെ മിനുസമേറിയതാവുന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ബദാം ഓയിലും മറ്റും ആയതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന കറുത്ത പാടുകളും വെയിൽ തട്ടിയ പാടുകളും ഒക്കെ നീങ്ങിക്കിട്ടും. ഈ ക്രീം തയ്യാറാക്കി നോക്കുന്നവർ അഭിപ്രായം ഇടാൻ മറക്കരുത്.